ഹലോ ഹായ് നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരുപാട് പേര് എന്നോട് വിളിച്ചിട്ട് ചോദിച്ചൊരു മൈക്രോന്യൂട്രിയൻസിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് മൈക്രോന്യൂട്രിയൻസ്? അത് നമ്മുടെ ചെടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ക്രോപ്പുകൾക്കൊക്കെ അതിൻ്റെ ആവശ്യകത എന്താണെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നു. അത് ഞാൻ 1-2 വീഡിയോയിൽ പറഞ്ഞിരുന്നു. മൈക്രോന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസിയാണ് പൂവുകൾ കൊഴിഞ്ഞ് പോകാൻ, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളിൽ അത് പറഞ്ഞിരുന്നു. പിന്നെ വേറൊരു വീഡിയോ ചെയ്തിരുന്നു മൈക്രോന്യൂട്രിയൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെ പ്രയാസമാണ്. കാരണം ചെറിയ വീട്ടിൽ താമസിക്കുന്നവർക്ക്, വീട്ടിൽ സ്ത്രീകൾ മാത്രമുള്ളവർക്ക്, അല്ലെങ്കിൽ ഈ ചാണകവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് അതുണ്ടാക്കി വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഇതിൻ്റെ പിന്നാലെ പോകാനുള്ളൊരു സമയം, അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പരിഹാരം നിർദ്ദേശിക്കോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ്, നമ്മൾ മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ പൈസ കൊണ്ട് കുറച്ച് ധാന്യപ്പൊടികളും പിന്നെ അതേപോലെ നട്ട്സ്, എണ്ണ കുരുകളുടെ ഒക്കെ പൊടികളും WDC ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നൊരു വീഡിയോ ആയിരുന്നു ഞാനന്ന് ചെയ്യുന്നത്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതൊക്കെ അവർക്ക് പ്രയാസമാണെന്ന് പറഞ്ഞു. പിന്നെ നമുക്കുള്ള ഓപ്ഷന് നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ വരുത്തിയിട്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന, എനിക്കും ആ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പോൾ ചെടികളുടെ എണ്ണം കൂടിയപ്പോൾ ഇത് ഉണ്ടാക്കാനും ഇതിനൊന്നും സമയം കിട്ടുന്നില്ല. കുറച്ചൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു 10-15 ചെടിയൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ വാങ്ങുന്ന ഒരു Combi-2 ഉത്രാഷിൻ്റെ ഒരു പ്രൊഡക്റ്റാണിത്. ഉത്രാഷ് എന്ന കമ്പനീൻ്റെ ഒരു പ്രൊഡക്റ്റാണ് Combi-2 എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ്. മൈക്രോന്യൂട്രിയൻസ് ആണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുക ഇതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ പൊടി. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണ്, എപ്പോഴൊക്കെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. ഓക്കെ, ഈ മൈക്രോ ഡെഫിഷ്യൻസി നമുക്ക് ഫീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇലകളുടെ വക്ക് ഇങ്ങനെ ബേൺ ചെയ്യുക. ഇതിപ്പോൾ ബേൺ ചെയ്തിട്ടില്ല, ഇത് കളർ മാറിക്കൊണ്ടിരിക്കുന്നു, കണ്ടില്ല? അപ്പോൾ ഇതൊരു ഡെഫിഷ്യൻസിയാണ്. ഒരുപാട് കാരണങ്ങളിൽ സൂചനകളിൽ ഒരു സൂചനയാണിത്, ഈ ഡെഫിഷ്യൻസി. പിന്നെ ചിലതിൻ്റെ ഇലകളുടെ വക്ക് ഉള്ളിൽ നല്ല ഗ്രീനായിരിക്കും, അതിൻ്റെ ഈ സൈഡ് ഭാഗം ബേൺ ചെയ്തിട്ടുണ്ടാവും. ഈ വക്ക് ഭാഗം ഇങ്ങനെ ബേൺ ചെയ്തിട്ട് കാര്യമായിട്ടത് കാണൽ റംബുട്ടാനിലൊക്കെയാണ്. ഇപ്പോൾ റംബുട്ടാനൊക്കെ പൂടുന്ന ടൈമാണ്, ഞാൻ കാണിച്ചു തരാം. അത് ചില സമയങ്ങളിൽ ഈ ഡെഫിഷ്യൻസി ഉള്ള സമയങ്ങളിൽ അതിൻ്റെ ഇലകളുടെ വക്കൊക്കെ നല്ല കരിഞ്ഞ് ബേൺ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ നടുഭാഗം നല്ല പച്ച കളറായിട്ടുണ്ടാവും. ഇത് നമുക്ക് തരുന്ന ഒരു സൂചനയാണ് ഡെഫിഷ്യൻസിൻ്റെ, മൈക്രോന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസിൻ്റെ ഒരു സൂചനയാണ്. നമുക്കറിയാം നമ്മളെ ചെടികൾക്ക് പ്രധാനമായിട്ടും ആവശ്യമുള്ള ന്യൂട്രീഷൻസ് നമുക്കറിയാം. നൈട്രജന്, പൊട്ടാഷ്, ഫോസ്ഫറസ്, ഈ NPK. ഇത് നമ്മൾ എല്ലാവർക്കും അറിയാതെ നമ്മൾ ചെടികൾക്ക് രാസമായിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ജൈവമായിട്ട് നമ്മളുടെ ചാണകം, കോഴിക്കാഷ്ടം, എല്ലുപൊടി, ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ജൈവമായിട്ട്. അതിൽ കൂടിയിട്ട് അതിനെ പ്രവർത്തിപ്പിക്കാൻ, അതിനെ കൂടുതൽ വലിച്ചെടുക്കാനും ചെടികൾക്ക് എത്തിക്കാനും അതിൻ്റെ കരുത്ത് കൂട്ടാനും ഒക്കെ ആവശ്യമുള്ള ഒരുപാട് ഘടകങ്ങളാണ്, ഒരു 6 ഘടകങ്ങളാണ് ഈ മൈക്രോ ന്യൂട്രിയൻസ്. അതുപോലെ നമ്മളെ ചെടികളിലൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം. ഇതാ കണ്ടോ, ഇത് ഞാനിപ്പോൾ മരുന്ന് ബോറോൺ ഇതൊക്കെ കൊടുത്തതിൻ്റെ ശേഷം ബോറോണിൻ്റെ ഡെഫിഷ്യൻസിയാണ് ഈ കാണിക്കുന്നത്. ഇതിൻ്റെ അടിയിലുള്ള കണ്ടില്ലേ, ഇല ബേൺ ചെയ്തിട്ട്, ഇത് അടിയിലുള്ള ഇലയാണ്. അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ മൈക്രോന്യൂട്രിയൻ്റ് കൊടുത്തതിൻ്റെ ശേഷം വന്നൊരു റിസൾട്ടാണിത്. ഇതിൻ്റെ പ്രധാന കുറവ് വരുന്നത് ബോറോണിൻ്റെ കുറവ് വന്നാൽ ഇങ്ങനെ സംഭവിക്കും. അതേപോലെ തന്നെ അയണിൻ്റെ കുറവ്. ഈ 2 കുറവുകളാണ് ഇലകൾ ബേൺ ചെയ്യുന്നത്. അത് മാത്രമല്ല കേട്ടോ, ഇനി മറ്റേ മഞ്ഞളിപ്പ് എന്ന് പറഞ്ഞ ഇലകളൊക്കെ ഇങ്ങനെ മഞ്ഞ കളറായിട്ട് കണ്ടില്ലേ, ലീഫ് ഇതിങ്ങനെ മഞ്ഞ കളറായിട്ട് ഇതും ഒരു ന്യൂട്രീഷൻ്റെ ഡെഫിഷ്യൻസിയാണ്. ഇതിൻ്റെ കുറവ് മൂലം, മൈക്രോന്യൂട്രിയൻസിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചെടികളെ നമുക്ക് എന്നും നല്ല ഗ്രീനായിട്ട് നിർത്താൻ വേണ്ടിയിട്ട്, പിന്നെ പച്ചപ്പിൽ നിർത്താൻ വേണ്ടിയിട്ട്, കളറുള്ള ചെടികളൊക്കെ, പൂച്ചെടികളൊക്കെ ആണെങ്കിലും എല്ലാ ചെടികൾക്കും അത് കണ്ടില്ല, ഇതൊക്കെ ബേൺ ചെയ്യുന്നുണ്ടില്ല, ഇതൊക്കെ മൈക്രോന്യൂട്രിയൻസിൻ്റെ കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിഹരിക്കുകയാണെങ്കിൽ നമ്മളെ ഗാർഡനിൽ നമുക്ക് നല്ല ഗ്രീനറി ആയിട്ട്, നല്ല എന്താ പറയുക, ആരോഗ്യമുള്ള ചെടികളാക്കിയിട്ട് മാറ്റാൻ പറ്റും. ഇതിനൊക്കെ നമുക്ക് രോഗങ്ങൾ വന്നതാണ്.
ഇപ്പോൾ ഇത് പുതിയ ഷൂട്ടുകൾ കണ്ടില്ല വരുന്നത് നല്ല ഉഷാറായിട്ട്. അപ്പോൾ ഞാനൊരു 10 ദിവസം മുന്നേ ഒരു മൈക്രോന്യൂട്രിയൻറ്റ് സ്പ്രേ ചെയ്തതാണിത്. കാരണം എൻ്റെ അടുത്ത് ഉണ്ടാക്കിയത് കഴിഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കാനുള്ള ഒരു മടിയും ബുദ്ധിമുട്ടൊക്കെ കാരണമാണ് ഇത് ഓൺലൈനിൽ വാങ്ങിയത്. ആമസോണിലൊക്കെ അടിച്ചാൽ Combi-2 എന്ന് പറഞ്ഞാൽ പുത്താശിൻ്റെ പ്രൊഡക്റ്റിന് കിട്ടും. ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ വാങ്ങണമെന്നില്ല കേട്ടോ, ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഇതൊക്കെ നോക്കിയപ്പോൾ നല്ലതെന്ന് തോന്നിയത് ഇതാണ്. അപ്പോൾ കുറച്ച് പൈസ ഒക്കെ കൂടുതൽ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ 1000-1500 റുപ്യക്കൊക്കെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഒന്നും വാങ്ങി ഉപയോഗിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഇതൊന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചത്. ഒരു ഗ്രീൻ കളറ് പൗഡറായിട്ടാണ്, സിലാട്ട് ഫോർമാറ്റിലാണ് ഇത് വരുന്നത്. വെള്ളത്തിൽ പെട്ടെന്ന് അലിഞ്ഞ് ചേർന്ന് പെട്ടെന്ന് ഇവർക്ക് സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിലാണ് ഇത് വരുന്നത്. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 2 ഗ്രാം മുതൽ 3 ഗ്രാം. അപ്പോൾ ഇതൊരു സ്പൂണ് 2 ഗ്രാം. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to gray as you fade away, as you fade away. Yeah, I'm about to fade away, 'cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay? Just let me be me and I'll stay out of your way. I can see the way you look at me, I'm such a disgrace. I never really asked to be brought into this place. You wanna love me? Well then baby have a taste. All the highs and the lows, no you'll never be the same. I don't really wanna hurt you but I can't control the pain. If you're sticking by my side maybe we could be okay. Okay, maybe you could be the change I need today. I promise that I've never felt this way. I really hope that you will choose to stay through all the pain. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to grey as you fade away. 9 മണി മുതൽ വൈകുന്നേരം ഒരു 4 മണി വരെ നമ്മളിത് ചെയ്യരുത്. അപ്പോൾ കഴിയുന്നതും ഈവനിങ്ങിലാണ് ഏറ്റവും ബെസ്റ്റ്. ഒരു 4 മണിൻ്റെ ശേഷം ചെയ്താൽ അത് സാവധാന ഇലകളൊക്കെ വലിച്ചെടുത്ത് പിറ്റേന്ന് അതിൻ്റെ പ്രവർത്തനം തുടങ്ങും. ഡ്രാഗണൊക്കെ ഇപ്പം വെയിലടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പം ഏപ്രിലോട് കൂടിയിട്ടാണ് നമ്മളതിൻ്റെ ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയമാകുമ്പോൾ ഒരു 2 പ്രാവശ്യമെങ്കിലും നമ്മൾ ഇത് അടിച്ചു കൊടുക്കുക. എല്ലാ ഫ്ലവറിങ് ആകുന്ന കായിടുന്ന എല്ലാ ചെടികളും നമുക്കറിയാം ഓരോ പീരീഡ് അതിൻ്റെ എപ്പോഴാണ് അത് ഫ്ലവർ ഇടുന്നുള്ളത്. അതിൻ്റെ 1 മാസം മുന്നേ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലവറിങ് നന്നായിട്ടുണ്ടാവും, അതിലെ കായപിടുത്തം ഉണ്ടാവും. ഉണ്ടായ കായകളൊക്കെ തന്നെ നല്ല അതിൻ്റെ വലുപ്പം നാച്ചുറലായിട്ടുള്ള നല്ല വലുപ്പത്തിൽ കിട്ടും. കാരണം ബോറോണിൻ്റെ അംശം ഇതിൽ 0.1% ഇതിലുണ്ട്. അപ്പോൾ നല്ല കായകളൊക്കെ അതിൻ്റെതായ വലുപ്പത്തിൽ, അല്ലാതെ അത് അടിച്ച് എന്ന് വിചാരിച്ചിട്ട് ഓവർ വലുപ്പം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ ഒരു മാങ്ങ സാധാരണ ഉണ്ടാകുന്ന മാങ്ങ അതിൻ്റെ ആ ഒരു വലുപ്പത്തിൽ നമുക്ക് കിട്ടും, അല്ലാതെ ചെറിയ മാങ്ങകളാകാതെ. അതൊക്കെ ഈ ഡെഫിഷ്യൻസിൻ്റെ ഈ നമ്മളെ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഒരു കുറവ് മൂലമാണ് അതിൻ്റെ പിന്നെ എന്താ പറയുക നാച്ചുറലായിട്ടുള്ള അതിൻ്റെ വലുപ്പത്തിൽ നിന്നും ചെറിയ വലുപ്പങ്ങൾ ഉണ്ടാകുക. അപ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ സൈസ് എങ്ങനെയാണോ ആ ഒറിജിനൽ സൈസിൽ നമുക്ക് കിട്ടും. ഓവർ സൈസിൽ നിന്ന് ആരും പ്രതീക്ഷിക്കേണ്ട ഇത് അടിച്ച് എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ എല്ലാ ചെടികൾക്കും ഇതേപോലെ ഇപ്പോൾ ഡ്രാഗണൊക്കെ നമ്മൾ അടുത്ത മാസം അതിൻ്റെ പിറ്റത്തെ മാസമൊക്കെ പൂവിടാനുള്ളതാണ്. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ ഒന്ന് കൊടുക്കുക. ഒട്ടുമിക്ക ചെടികൾക്കും ബോറോൺ ആവശ്യമുള്ള ചെടികളുണ്ട്, അതേപോലെ സിങ്ക് ആവശ്യമുള്ള ചെടികളുണ്ട്, അയണിൻ്റെ ഡെഫിഷ്യൻസി അയൺ ആവശ്യമുള്ള ചെടികളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചെടികൾക്കൊക്കെ നമ്മൾ ഇത് മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ന്യൂട്രിയൻസും കൂടെ ഒറ്റയടിക്ക്, കാരണം നമ്മൾ ഓരോന്ന് സെപ്പറേറ്റ് കൊടുക്കുന്നതിന് ബദൽ എല്ലാം കൂടെ ഒരുമിച്ച് കൊടുക്കാൻ പറ്റിയൊരു ഓപ്ഷനാണിത്. ഇനി കുറച്ച് കമൻസുകളൊക്കെ ഉണ്ടായിരുന്നു, അതിനുള്ള മറുപടി പറയാം. കാരണം എല്ലാം കൂടെ നമുക്ക് അതിൽ എഴുതി ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ള പ്രയാസമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിപ്പോൾ ഡെഫിഷ്യൻസിയാണിത്.
മൈക്രോന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസിയാണ് ഈ ഇലകൾ ബേൺ ചെയ്യുന്നത്. കണ്ടില്ലേ? അപ്പം നമ്മൾ എത്ര തന്നെ ശ്രദ്ധിച്ചാലും ചില ചെടികൾക്ക് അത് എത്തൂല. അപ്പോൾ ഇങ്ങനെയുള്ള ചെടികൾക്കൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ വൈറ്റ് ഞാവലാണ്, പൂവിട്ടിങ്ങോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് Silhouettes of you are like a taunt. Never really know just what you want. With you I don't ever feel calm. I can feel the sweat inside my palms. Play with me like cats and a string. You don't understand the pain it brings. You don't ever wanna give me wings. You don't ever wanna set me free. You know I'm addicted to you, and it's twisted, you've been gifted with the evil voodoo. Got me coming back for more, even when I've been screwed. Dolls full of pins, pierce my heart straight through. I got issues in my head, I like you in my bed, but you keep me on red. Oh, everything is like a test, I better not text or I'll come off desperate. But if I lay down and I play dead and I stay dead, baby you'll get sick of being the monster out of my head, under my bed, thinking something out of my nightmares. പ്രൈസ് ഞാൻ പറയാതിരിക്കുകയാണ്, കാരണം അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. കാരണം അവരൊന്നും നമ്മളായിട്ട് പേഴ്സണലായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. നമ്മൾ ജസ്റ്റ് വാങ്ങുന്ന സ്ഥലം നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന് മാത്രം. കാരണം കുറേ പേര് എന്നോട് ഇത് അയച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഏതായാലും അയച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വരുത്താൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ എന്ന് മാത്രമേ ഉള്ളൂ. അത് തിരഞ്ഞെടുക്കേണ്ടവർക്ക് തിരഞ്ഞെടുക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങളത്. കാരണം കുറച്ച് റിസ്ക്കാണ് അത് വാങ്ങലും വന്ന് ശുശ്രൂഷിച്ച് എടുക്കലും. ഇപ്പോൾ എൻ്റെ വീട്ടിൽ വന്നവർക്കൊക്കെ അറിയാൻ പറ്റും കഴിഞ്ഞ പ്രാവശ്യം വന്ന പ്ലാന്റുകളൊക്കെ നിൽക്കുന്ന അവസ്ഥ. അപ്പോൾ അതിനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമാണ്. അപ്പം ഞാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങളോട് ഓൺലൈനിൽ നിന്ന് വാങ്ങണമെന്നുള്ളത്. അത്യാവശ്യം വേണ്ടവർക്ക് അവരെ സമീപിച്ച് അതിൻ്റെ റേറ്റും കാര്യമൊക്കെ നിങ്ങൾക്ക് പിന്നെ അഫോർഡബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അത് താങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. എന്തായാലും വലിയൊരു റേറ്റ് ഇല്ല എന്ന് മാത്രമേ ഞാൻ പറയാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ എൻ്റെ റൂബി ചാമ്പ ഇതാ കണ്ടില്ലേ, അണ്ണാരക്കൊട്ടൻ്റെ ആക്രമണം തുടങ്ങിയിരിക്കണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിന് നെറ്റിട്ട് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ചാമ്പൻ്റെ ഒരു സീസണാണ്. അതേപോലെ നമ്മുടെ സ്റ്റാപ്പിള് മീനാമ്പഴം അതിപ്പോൾ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടുതൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ഒരു സാധനമായിട്ട് നിങ്ങളെ മുന്നിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഇഷ്ടം അത് ലൈക്ക് രൂപത്തിൽ പ്രകടിപ്പിക്കണം. ഞാൻ പിന്നെ എപ്പോഴും അതിങ്ങനെ പറയാതിരിക്കുന്നതാണ്. കാരണം പറയാതെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ചെയ്യുന്നുണ്ട്. നേരിട്ടിട്ട് വിളിച്ചിട്ടും ഒരുപാട് സുഹൃത്തുക്കൾ അന്വേഷിക്കാറുണ്ട്, അതിൻ്റെ അവർക്ക് ഉപകാരപ്പെട്ടതായിട്ട് പറയാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം. ഇപ്പോൾ വേറെ സുഹൃത്ത് ഒരു 13.2 ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ്, എന്താ ഇളയടത്ത് പേര് ഞാൻ ഓർക്കണില്ല. അപ്പോൾ അവർക്കൊക്കെ നന്ദി അറിയിക്കുന്നുണ്ട്. കാരണം ഞാൻ നോക്കിയിട്ടില്ലെങ്കിൽ കൂടിയിട്ടും എത്ര സബ്സ്ക്രൈബർ ആയി എന്നുള്ളത് എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഇതിലുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമുക്കിപ്പോൾ ഇതിൽ നിന്ന് വലിയൊരു കിട്ടിയൊരു പിന്നെ മെച്ചം എന്ന് പറയുന്നത്. ഓക്കെ, ബായ്. അബ്ദുറസാഖ്, തിരൂര്. ഒരു കാര്യം വിട്ടുപോയി. പിന്നെ പാലക്കാടുള്ളൊരു സഹോദരന് വിജയരാഘവൻ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്ന ഒരു 1 day വർക്ക്ഷോപ്പ്. അപ്പോൾ അതിൽ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവരുടെ എണ്ണവും കാര്യമൊക്കെ കിട്ടിയതിൻ്റെ ശേഷം ഒരു ദിവസം എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഒരു നിരന്തരമായ ഒരു അഭ്യർത്ഥന മാനിച്ചിട്ട് അപ്പോൾ ഒരു ദിവസം പിന്നെ രാവിലെ ഒരു 10 മണി മുതൽ വൈകിട്ട് ഒരു 4:30-5 മണി വരെ ഒരു വർക്ക്ഷോപ്പ്, ഈ ട്രൈക്കോഡോമ അതേപോലെ മറ്റുള്ള വളങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന അതിനെക്കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു ക്ലാസ് എന്നൊന്നും പറയാൻ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ക്ലാസ്സൊന്നുമല്ല, അത് ഞാനെങ്ങനെ ചെയ്യുന്നുള്ളത് അത് നിങ്ങളൊന്ന് ചെയ്ത് കാണിക്കുക. ചിലർക്കും അത് കുറച്ച് പ്രയാസമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം പിന്നെ വിചാരിക്കുന്നുണ്ട്.
വിജയരാഘവ സാർ പറഞ്ഞ പോലെ തന്നെ ഒരു താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ലാസ്റ്റ് കൊടുക്കുക. അത് താല്പര്യം ഉണ്ടെങ്കിൽ അറിയിക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൂടെ കൺവീനിയൻസ് ആയ ഒരു ദിവസം നമുക്ക് അത് വെക്കാം. ഒരു ദിവസം അങ്ങനെ നമുക്ക് അറിവ് പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ അഭ്യർത്ഥന ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. ഓക്കെ.